Today, they are accompanied by their parents who say of the foundation support to receive tokens of appreciation from the school management. Dear students, always remember to express gratitude to your alma mater, your school, St. Mary's High Secondary School, Vidamore. May this grace guide all your future endeavors. You are an inspiration to all students who have been promoted to A2, B2 and C2 levels. Welcome dear students to this new academic year. May this day, as you await your results, serve as an opportunity for self-reflection and personal growth. Let us now commence our formal meeting to invoke the presence of God. Let's rise for prayer song. ഏറെ മനോഹരമായ ഈ ദിവസം നമ്മുടെ ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന സ്കൂൾ മാനേജർ ഏറെ ആദരണീയനായ തോമസ് എഴുത്തിപ്പുറത്തലച്ച, നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷില്ലി ജോസഫ് സാറെ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയ തോമസ് ടീച്ചറെ, നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ബോബി തോമസ് സാർ, നമ്മുടെ സ്കൂളിൻ്റെ MPTA പ്രസിഡന്റ് അജി സാബു, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടി നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ മിടുക്കന്മാരും മിടുക്കികളുമായ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം താൽക്കാലികമായി ട്രാൻസ്ഫർ ആവുന്ന സ്മിത ടീച്ചർ, ബോബി സാർ, ടിൻസി ടീച്ചർ, പ്രിയ മാതാപിതാക്കളെ, പുതിയതായി ഈ സ്കൂളിലേക്ക് കടന്നു വന്ന പ്രിയ അധ്യാപകരെ, ഈ സ്കൂളിലെ പ്രിയങ്കരായ എല്ലാ അധ്യാപകരും, അതുപോലെ തന്നെ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, 117 വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഈ കലാലയത്തിലെ ഒരു പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിക്കുന്ന ഈ സുദിനത്തില് നമ്മളെല്ലാവരും ഇന്നിവിടെ വളരെ സന്തോഷപൂർവ്വം ഒത്തുചേരുമ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ പ്രധാനമായും 3-4 കാര്യങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലുള്ളത്. നമ്മുടെ സ്കൂൾ മാനേജറായി ചുമതലയേറ്റ ഏറെ ആദരണീയനായ തോമസ് എഴുത്തപ്പറമ്പിലച്ചന് സ്വാഗതം ആശംസിക്കുന്നതിനും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിനും വേണ്ടി, കൂടാതെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ സ്കൂളിന്റെ SS ഉയർത്തിയ നമ്മുടെ അഭിമാന താരങ്ങളായ കൊച്ചു കൂട്ടുകാര്, നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനും, അതുപോലെ നമ്മുടെ ഈ സ്കൂളില് 2 വർഷവും 1 വർഷവും ഒക്കെ ഇവിടെ സേവനം ചെയ്ത ശേഷം താൽക്കാലികമായിട്ടാണെങ്കിലും ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകർക്ക് എല്ലാവിധ നന്മകളും യാത്രാമംഗളങ്ങളും നേരുന്നതിനു വേണ്ടി നമ്മളിവിടെ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിവിടെ പറഞ്ഞതുപോലെ 117 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഈ സുന്ദര കലാലയത്തിന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഹയർ സെക്കൻഡറി ആയിട്ട് നമ്മുടെ സ്കൂൾ ഉയർത്തപ്പെട്ട ശേഷം 25ാമത്തെ ബാച്ചാണ് നിങ്ങൾ. നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഒരു ചരിത്രപരമായിട്ട് ഈ 25 വർഷം എന്ന് പറയുന്നത് വളരെ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് നല്ല വിജയം നേടിത്തന്ന 8 വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ആ 8 വിദ്യാർത്ഥികളെയും ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്ന ബോബി സാറ് ദയവേത് സ്റ്റേജിലേക്ക് വരണം. ബോബി സാറ്, സ്മിത ടീച്ചർ, ടിൻസി ടീച്ചർ, ഇവരുടെ നിസ്വാർത്ഥമായ സേവനം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അവർക്ക് ഒരു നല്ല റിസൾട്ടും ഈ ഒരു വർഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അധ്യാപകരായ നിങ്ങൾക്ക് നേരുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നും നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പുതുതായി നമ്മുടെ മാനേജരായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ഇടത്തമ്പി തോമസ് അച്ഛനാണ്. തോമസ് അച്ഛന് സ്റ്റാനി എന്നൊരു പേര് കൂടിയാണ്, ഞങ്ങളൊക്കെ സ്റ്റാനി അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും സമീപസ്ഥനായ ഒരു വ്യക്തി കൂടിയാണ് ഇടത്തിപ്പറമ്പിലച്ചൻ. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായ ഇടത്തിപ്പറമ്പിലച്ചൻ കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജറായിരുന്നു. അധ്യാപകരുടെ എന്നും ഒരു സ്നേഹഭാചനമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ്റെ കണ്ണങ്കരയാണ് അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സൈമൺ അച്ഛൻ നമ്മുടെ വിവിധ ഈ അടുത്ത പുന്നത്ര ഇടവകളിലെ വികാരിയായിരുന്ന സഹോദരന് അദ്ദേഹം തൊഴിലില്ല. അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ്. 26 വയസ്സ് താഴെയുള്ള പ്രായക്കുറവുള്ള ഏറ്റവും ഇളയ സഹോദരനായ എഴുത്തപ്പറമ്പിൽ അച്ഛനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിന് പ്രവർത്തനങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകുന്ന ഷില്ലി സാറ് കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അക്ഷീണം പ്രവർത്തിക്കുന്ന, 24 മണിക്കൂറും ഈ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, വെറുതെ പറയുന്നതല്ല, ഓരോ ദിവസവും സാറ് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട സാറിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഒരു സ്കൂളിന്റെ സർവോന്മുഖമായ പുരോഗതിക്ക് ആ സ്കൂളിലെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും
ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, കൂട്ടായിട്ട് ഒരു ഇടയടക്കത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആ സ്കൂളിന് തീർച്ചയായിട്ടും പുരോഗതി വരുന്നത്. നമ്മുടെ ഈ സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഹെഡ് എന്ന നിലയിൽ ഷെഡി സാറിനോട് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂട്ടായി എത്തിക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബോബി തോമസ് സാർ എന്നിവയുടെ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ദിനങ്ങളിലും, നമ്മുടെ ഓണാഘോഷമാണെങ്കിലും ക്രിസ്മസ് ആഘോഷമാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും ബോബി സാറിന്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി വളരെ സജീവമായിട്ട് ഈ സ്കൂളിനോട് ചേർന്ന് സഹകരിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ബോബി തോമസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന MPTAയും നമ്മുടെ സ്കൂളിലുണ്ട്. MPTAയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അജി സാബുനെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സ്കൂള് ഹയർ സെക്കൻഡറി ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ അധ്യാപകരായി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന വർഷങ്ങളിൽ അവർക്ക് ഈ സ്കൂളിലേക്ക് വരുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദിപൂർവ്വം അവരെ സ്മരിച്ചുകൊണ്ട് അവരെ 3 പേരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ എല്ലാ മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പുതുതായി കടന്നു വന്ന അധ്യാപകരുണ്ട്. അധ്യാപകരെയും കൂടിയുള്ള എല്ലാ അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സ്കൂളിന്റെ എല്ലാമായ പ്രിയപ്പെട്ട കുട്ടികളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Examination for the academic year 2024-2025. I kindly ask the school manager, Very Reverend Father Thomas Kadthiparampil, to acknowledge our students' achievement. Miss Albia Maria Shibu from Science Department, secured full A+. Mr. Jerry Joseph from Science Department, secured full A+. Ms. Sia Sriye from Science Department, secured full A+. Ms. Beina Elizabeth Biju from Science Department, secured full A+. Ms. Lakshmi Jain from Commerce Department, secured full A+. Ms. Sneha Jairaj from Commerce Department, secured full A+. Ms. Angelina Suji from Science Department, secured 5 A+. Mr. Alvin Ebi from Science Department, secured 5 A+. Congratulations, dear students. We also wish to express our gratitude to our teachers who have now been transferred to different schools. Ms. Smita Peter, Faculty of Chemistry for the year, transferred to St. Anne's High Secondary School, Kottayam. Mr. Bobby Thomas from the Faculty of Physics, transferred to SS Mount High Secondary School, Kottayam. Thank you, dear teachers, and thank you, Father. I hereby request the headmistress of our school, Ms.
Ms. J. Thomas to felicitate the gathering. Thank you, Father, for being here in this event. Principal Shelisa High School Headmistress J. Teacher, PTA, MPTA പ്രസിഡന്റുമാരെ, ഉന്നതമായ വിജയം നേടിയ സ്റ്റേജിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, വാത്സല്യമുള്ള കുട്ടികൾ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 2025-26 അധ്യയന വർഷത്തിലെ ആരംഭ ദിവസം തന്നെ നിങ്ങളെ കാണുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും കിടങ്ങൂർ സ്കൂളിലെ പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്തതായ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ നിന്ന് കടന്നുപോയ കുട്ടികളെയൊക്കെ അന്ന് കാണുവാനും കുറേയൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ +2 വിഭാഗത്തിൽ ഉന്നതമായ വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവരുടെ ഈ തിളക്കമാർന്ന വിജയം ഈ വർഷം +2 കടക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്. പ്രിയമുള്ള +2 വിദ്യാർത്ഥികൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. വെറും നിർണായകമല്ല, അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഇന്ന് മുതൽ പ്രവേശിക്കുകയാണ്. ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം നടക്കുന്നതായ ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയിൽ നിങ്ങൾ ഉന്നതമായ വിജയം നേടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാവിയിലെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഒരു അധ്യയന വർഷമാണിത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളിവിടെ കടന്നു വരുന്നത് പഠിക്കാനും സ്വഭാവ രൂപീകരണത്തിനുമാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ വിദ്യാലയങ്ങളുടെയും ചുറ്റുപാടില് വലകളുമായിട്ട് ചില സംഘങ്ങൾ നടക്കുകയാണ്. ആ വലയിൽ വീണാൽ നിങ്ങളുടെ തന്നെ നാശമായിട്ട് ആയിരിക്കും തിരഞ്ഞെടുക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ വാർത്തെടുക്കുന്നതുമെല്ലാം നിങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കന്മാരും നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും അതുപോലെ തന്നെ ഭാവി നല്ല സുരക്ഷിതമായിരിക്കുവാനും എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷെ ആത്യന്തികമായി തീരുമാനമെടുത്ത് അതിനനുസൃതമായ വഴി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ കലാലയത്തിലേക്ക് വരുന്നത് പഠിക്കാനും നിങ്ങളുടെ സ്വഭാവം നല്ല രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിനുമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധയിലും ബുദ്ധിയിലും ഉണ്ടാകുക. മറ്റ് ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിലും സ്വാധീനങ്ങളിലും അകപ്പെടാതെ ഞാനാണ് എൻ്റെ ജീവിതത്തെ നല്ലതാക്കുന്നത് മോശമാക്കുന്നത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ അധ്യയന വർഷം വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സീനിയേഴ്സ് ഇവിടെ നിന്നും ഉന്നത വിജയം നേടിയതുപോലെ നിങ്ങൾക്കും നല്ല ഉന്നതമായ വിജയം നേടുവാനായിട്ട് സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നല്ല ഒരു അധ്യയന വർഷം നേരുന്നു. അതോടൊപ്പം ഉന്നതമായ വിജയം നേടിയവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഷെല്ലി സാറ്, ടീച്ചറ്, MPTA പ്രസിഡന്റ് സാബു, +2 ഫുൾ A+ പഠിച്ച നമ്മുടെ പ്രിയങ്കരയായ സ്കൂളിൻ്റെ അഭിമാനമായ വിദ്യാർത്ഥികളെ,
ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, ഒരു വർഷം കൂടി ഉള്ളൂ. +2, +1, +2 കഴിയാനായി. ഈ കൊല്ലത്തെ അഭിമാനമായി നിൽക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ ഇതിൽ കൂടുതൽ അഭിമാനകരമായ രീതിയിൽ നിൽക്കേണ്ട ഒരു വേദിയിൽ ഈ പിള്ളേർ പോരായിരുന്നു. അത്രമാത്രം കഷ്ടപ്പെട്ടതാണ് അധ്യാപകർ 8 മണിക്ക് വരുന്നു, അത് കഴിഞ്ഞ് അവര് 7 മണിക്ക് പോകും. പല രീതിയിൽ അത്രയും മാത്രം കഷ്ടപ്പെട്ടതിന്റെ ഫലം ഇവിടെ കിട്ടിയില്ല എന്ന് എനിക്ക് വേദനയോടെ പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് കുട്ടികളെ മാത്രം പറയാൻ പറ്റത്തില്ല, മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്, എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു കൂട്ടായ്മയാണ്, നമ്മുടെ വേദിയാണ്, നമുക്ക് എന്തും പറയാം. അപ്പൊ അങ്ങനെയുള്ളിടത്തേക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ വർഷം, നിങ്ങളുടെ ഈ കൊല്ലമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാകണം. അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ 25 പിള്ളേർ, എൻ്റെ അഭിപ്രായത്തിൽ 50% കുട്ടികളെങ്കിലും A+ മേടിക്കുന്നത് തുടങ്ങണം. ഫുൾ പിള്ളേരും ജയിക്കണം. അങ്ങനെ ഒരു കടക്കൂടിലോടുകൂടി നമുക്ക് പോകണം. എല്ലാവരും ജയിക്കണം. അതിന് വേണ്ട പ്രിൻസിപ്പളായ ഫെലി സാറ് അതിന് എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് വേണ്ടി തരും. ഈ പറഞ്ഞ 8 മണിക്ക് ക്ലാസ് തുടങ്ങാം, 7 മണിക്ക് തീർക്കണ ക്ലാസ് തീർക്കാം. ആ രീതിയിലുള്ള ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്ന എല്ലാത്തിനും സാറ് തയ്യാറാണ്. രക്ഷിതാക്കളെ ശ്രദ്ധയ്ക്ക് വേണ്ടത് രക്ഷിതാക്കളെ മുൻകൈ എടുക്കണം. നിങ്ങളുടെ കുട്ടികൾ വിജയിച്ച് പോണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ വേണം. ഇവിടെ 8 മണിക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ 7 മണി വരെ ഇരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായെന്നു ചോദിച്ചാൽ ആദ്യത്തെ 2-3 ദിവസമുണ്ട്. പിന്നെ എല്ലാവരും 4 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ പിള്ളേർ വീട്ടിൽ പോകും. അധ്യാപകരെ ശ്രമിച്ചാൽ പറ്റുമോ? പിള്ളേരുടെ വേണ്ടേ? ഇപ്പം വേറെ നമ്മൾ അധ്യാപകരുടെ പഠിത്തത്തിന് കുറവാന്ന് പറയും. അധ്യാപകരുടെ പഠിത്തത്തിന് കുറവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്യൂഷന് പോകണമല്ലോ. എന്തുകൊണ്ടുണ്ടായി? ഇപ്പൊ ഓരോ കുട്ടികളും ഈ അധ്യാപകരെ പഠിപ്പിന് ശേഷം ട്യൂഷന് പോകണ പിള്ളേരാണ്. ഇപ്പൊ 2 രീതി കിട്ടുന്നുണ്ട്. അപ്പൊ ടീച്ചറിന്റെ ട്യൂഷൻ ടീച്ചറിന് കുഴപ്പമാണോ? അല്ല. അപ്പൊ നമ്മുടെ പിള്ളേരുടെ കുഴപ്പം തന്നെയാണ്. പിള്ളേര് പഠിക്കണം. പിള്ളേര് പഠിക്കാനുള്ള സാഹചര്യം മുഴുവൻ ഉണ്ടാവും. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷയമില്ല, പിള്ളേരെല്ലാം ഡിസിപ്ലിനാണ്, പക്ക ഡിസിപ്ലിൻ. ആ കാര്യത്തിൽ ഒരു പിള്ളേരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ആ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു. എല്ലാ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലും. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങുന്നത്, നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു പരാജയം, +2 പരാജയം സംഭവിച്ചാൽ പിന്നെ നമ്മൾ കാത്തിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വേറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. +1കാർക്ക് പുറകിൽ പോയവർക്ക് ഇംപ്രൂവ്മെന്റ് അവസാന ഘട്ടത്തിലായിരുന്നു. അതായത് +2 പരീക്ഷയോട് കൂടിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇനി കിട്ടുന്നത് ഈ +1ന്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് +2വിനോട് കൂടിയാണ്, +2 പരീക്ഷയോട് കൂടിയാണ്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള ഒരു സാവകാശം നേടക്കാൻ ആദ്യം തന്നെ അത് നടത്തുമായിരുന്നു. അപ്പൊ അന്നേരം നമുക്ക് അത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇത് പോയ വിഷയങ്ങളെ കൂടി നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ഫുൾ ഇവിടുത്തെ ഇവിടെ വന്നിരിക്കുന്ന +2 ഫുൾ വിജയം, അതായത് 100% വിജയത്തോടുകൂടി നിങ്ങൾ എല്ലാവരും പോകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ അച്ചീവ്മെന്റ് ഏറ്റെടുത്ത് നിങ്ങളത് വിജയം കൈവരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊള്ളു. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ എല്ലാവിധ താരങ്ങളായിരിക്കുന്ന പ്രിയങ്കരിയായ ഫുൾ A+ പഠിച്ച എല്ലാ കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടു. അതുപോലെ തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ അധ്യാപകർ അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു. ഇവിടുത്തെ +2ന്റെ 25 വർഷം ആഘോഷിക്കുന്ന മുഴുവൻ പരിപാടിക്കും അവർ ചുക്കാൻ പിടിച്ചായിരുന്നു. അതുപോലെ നേതൃത്വം നൽകിയതാണ്. അതുപോലെ തന്നെ എല്ലാ പഠിപ്പിലും അവരുടേതായ ഭാഗം കൃത്യമായി അവർ ചെയ്തതാണ്. അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ എല്ലാ സന്ദർഭവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്കും ദൈവത്തോടെ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ ഇനിയും പരിശ്രമിക്കുക. ഇപ്പോൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു
ലെവലേശം പോലും അഹങ്കാരം വരരുത്. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. നല്ല രീതിയിൽ എല്ലാവരും എത്തും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ഒരുപാട് പ്രതീക്ഷകളും തീരുമാനങ്ങളുമായി മറ്റൊരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഒരുപാട് സ്വപ്നം കാണും, വലിയ വലിയ സ്വപ്നം കാണും. മഹാമാരി പറയുകയും ചെയ്തു, നിങ്ങൾ സ്വപ്നം കാണണമെന്ന്. പ്രിയ കുട്ടികളെ, സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനു വേണ്ടി പരിശ്രമിക്കും. ശ്രമിക്കുകയും കൂടി ചെയ്തില്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് പരിശ്രമിച്ചാൽ നമ്മളെ കൊണ്ടാകുന്നതിന്റെ മാക്സിമത്തിലുള്ള ഒരു ജീവിത വിജയം കൈവരിക്കാൻ പറ്റും. അതാണ് വേണ്ടത്. നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യണമെങ്കിൽ, നമുക്ക് ആസ്വദിച്ച് ജീവിതകാലം മുഴുവനും ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതാന്തസ്സിലെത്തണം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനാണ് ഈ സെന്റ് മേരീസ് വിദ്യാലയം ഇവിടെയുള്ളത്. എല്ലാ വിധത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പേരൻസ് ഉണ്ട്, നമ്മുടെ PTA-ക്കാരുണ്ട്. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ മാക്സിമം ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ എത്തുക. സെക്കൻഡ് ഇയേഴ്സ് ആയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം, ഇപ്പൊ ഫാദർ പറഞ്ഞു, ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാലമാണിത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുകയാണ്, 10ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ഇതാ കേട്ടതെന്ന്. അന്ന് കൊള്ളാവുന്ന +2 സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ അത് വേണമായിരുന്നു. ഇന്ന് നിങ്ങൾ ഇനി ഒരു പ്രൊഫഷനിലോട്ട് മാറേണ്ട സമയമാണ്. അതിന് ഈ മാർക്ക് 10ലും ഇമ്പോർട്ടൻ്റ് ആണ്. 10ലും മേടിച്ച മാർക്ക്, അത് നല്ല മാർക്ക് കിട്ടിയാലും മോശം മാർക്ക് കിട്ടിയാലും ഇനി എന്താണ് പ്രയോജനം എന്ന് ദയവേത് വിചാരിക്കരുത്. ജോലിക്കെത്തുമ്പം നല്ല ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ വരുമ്പം ഒരേപോലെ രണ്ടുപേര് നിൽക്കുമ്പം 10ാം ക്ലാസ് തൊട്ടുള്ളത് നോക്കും. അങ്ങനെ പല ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ, ഏറെ ആദരണീയനായ സ്കൂൾ പ്രിൻസിപ്പൽ ഷെല്ലി സാർ, പ്രിയപ്പെട്ട ജയൻ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ ബോബി തോമസ് സാർ, MPTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അജി ചേച്ചി, ഇന്ന് ഈ സ്കൂളിൽ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട ബോബി സാർ, ജിൻസി ടീച്ചർ, സ്മിത ടീച്ചർ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലെ ഇന്ന് ഏറ്റവും ആദരിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നന്ദി അറിയിക്കുക. 2 വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ഏറെ പ്രിയപ്പെട്ട സ്റ്റാനി അച്ഛനാണ്. അച്ഛനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതിനു മുമ്പ് തന്നെ കോർപ്പറേറ്റ് സെക്രട്ടറി ആയിരുന്നു, അല്ലാതെയും ഒക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സ്റ്റാനി അച്ഛൻ ഇനി മുതൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏവർക്കും നല്ല നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട സ്റ്റാനി അച്ഛന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷെല്ലി സാറ്, സാറിന്റെ നിർദ്ദേശങ്ങള് അത് അക്ഷരം പ്രതി പാലിക്കുവാനായിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു വെള്ളം ചേർക്കൽ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. രക്ഷകർത്താക്കളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്.
സാർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കുട്ടികളെ നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ എല്ലാ പുരോഗതികൾക്കും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷെലി ജോസഫ് സാറിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഷെലി സാറിനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുന്ന ജയ ടീച്ചറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബോബി ചേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് PTA മേൽനോട്ടം വഹിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നത് എന്ന് പറയാനില്ല, ഏത് കാര്യത്തിന് വിളിച്ചാലും ആ സമയത്ത് ഇവിടെ ഓടിയെത്തി PTA എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബോബി ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട അജി ബാബു, അജി ചേച്ചിക്കും ബോബി സാറിനോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ PTA എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം വഹിച്ചതിന്, അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിലും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇനി നന്ദി അറിയിക്കേണ്ടത് പ്രിയപ്പെട്ട ബോബി സാർ, അതുപോലെ ടിൻസി ടീച്ചർ, സ്മിത ടീച്ചർ എന്നിവർക്കാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളില് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓർക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സിലബസ് പഠിപ്പിച്ചു തീർക്കുക എന്നുള്ളതല്ല. അച്ഛനിവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സ്വഭാവ രൂപീകരണം അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ തന്നെ വിദ്യ പകർന്നു നൽകുന്ന കാര്യങ്ങളിലുമെല്ലാം ഏറ്റവും ശ്രദ്ധയോടെ നേതൃത്വം വഹിച്ചിരുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബോബി സാറിന്, ടിൻസി ടീച്ചറിന്, സ്മിത ടീച്ചറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അവരുടെ ഇനിയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഈശ്വരാനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കും. ഇക്കഴിഞ്ഞ 2024-25 അധ്യയന വർഷത്തില് എത്രയോ തവണ നമ്മള് ധാരാളം കുട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും A+ നേടുവാൻ സാധിക്കും, എല്ലാ വിഷയങ്ങൾക്കും A+ നേടുവാൻ സാധിക്കും, അതിന് ഇന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് പഠിക്കണമെന്ന് പറഞ്ഞ് ധാരാളം കുട്ടികളെ വിളിക്കുകയും നിരന്തരമായി പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളെയും അതിനു വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്, അവരോടും സംസാരിച്ചിട്ടുണ്ട്. ഇന്നറിയാം അതിന്റെ റിസൾട്ട്. അങ്ങനെ അധ്യാപകരുടെ നിർദ്ദേശങ്ങള് കർശനമായിട്ട് പാലിച്ച് വളരെയേറെ അച്ചടക്കത്തോടുകൂടി പഠിച്ച് ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അച്ചടക്കം എന്ന് പറഞ്ഞാല് സ്കൂളിൽ മാത്രമുള്ളതല്ലല്ലോ, അത് സ്വന്തം കുടുംബത്തിൽ നിന്നും ആരംഭിക്കേണ്ടതാണ്. ഈ കുട്ടികളുടെ വിജയത്തിന് പിന്നില് അവരുടെ രക്ഷിതാക്കളുടെ പങ്ക് എത്ര എന്ന് പറയുവാനായിട്ട് പറ്റില്ല. അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മാതാപിതാക്കളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട്. ആ മാതാപിതാക്കൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പേരൻസിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. എന്റെ സഹപ്രവർത്തകർക്ക് ഏവർക്കും കൃത്യമായ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് എന്നുള്ളത് 25 വർഷം അല്ലെങ്കിൽ 117 വർഷം പഴക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ നമ്മുടെ ഗ്രൗണ്ട് തന്നെയായിരുന്നു. അത് ഈ വർഷം നന്നായിട്ട് ചെയ്യുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റിയൊക്കെ എടുത്ത് എല്ലാവരും നേതൃത്വത്തിൽ കൃത്യമായിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഫണ്ട് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട്
സെക്കൻഡ് ഇയറിന്റെ PTA ഫണ്ട് കൃത്യമായിട്ട് PTA ഫണ്ട് ഞാൻ പിന്നെ പറഞ്ഞോളാം, ഏതായാലും അത് തരണം. PTA ഫണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ ലാബുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ ലാബുകളുടെയൊക്കെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് ഒന്നും തരാറില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലെ വാർത്ത ഉണ്ടായിരുന്നു, ആകെ 500 രൂപ PTA ഫണ്ട് പിരിക്കാമെന്ന് പറയുന്ന ഗവൺമെന്റ് എങ്ങനെ ഈ വാർത്ത ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എടുത്തു കാണിച്ചു തരാം. എങ്ങനെ ഈ സ്ഥാപനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം പോലും ഗവൺമെന്റ് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ കാര്യം മുന്നോട്ട് പോകും? ഞാൻ പറയുന്നല്ല, ഗവൺമെന്റ് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ വഴിയും ഈ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അവിടെ മരം വെട്ടാനായിട്ട് പറയുന്നു, സീബ്ര ലൈൻ വർദ്ധിക്കാൻ പറയുന്നു, 1 by 1 ആയിട്ട് നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുക. ഒരു മരം വെട്ടി, കഴിഞ്ഞ ദിവസം വന്ന പത്രവാർത്ത ഏതാണ്, ഒരു മരം വെട്ടണമെങ്കിൽ 2000-2500 രൂപ അങ്ങോട്ട് കൊടുത്താലേ കമ്പർ പോകുള്ളൂ. ഈ കമ്പറക്കാനുള്ള പൈസ എവിടെയാണ്? ചെയ്തോളാൻ പറയും, എല്ലാം കെട്ടിടത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുറിച്ച് മാറ്റുക, ചെയ്യുക എന്നൊക്കെ പറയും. പക്ഷെ ഫണ്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് PTA ഫണ്ടുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജനുവരി മാസം വരെ അങ്ങോട്ട് നീണ്ടുപോയി. അത് ഞങ്ങൾ PTA പറഞ്ഞോളാം. ഏതായാലും PTA ഫണ്ട് കൃത്യമായിട്ട് തന്ന് നല്ല രീതിയിലുള്ള ഒരു അക്കാഡമിക് വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം ഗൈഡിങ്ങിന്റെ ചാർജ് ഉള്ളത് സ്മിത ടീച്ചറായിരുന്നു. അതോടൊപ്പം തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്ട് നല്ലതുപോലെ കൈകാര്യം ചെയ്തു പോയത് ബോബി സാറാണ്. മാത്തമാറ്റിക്സിന്റെ ഫിസിക്സ് ടീച്ചർ. ഇവരെല്ലാം കൃത്യമായിട്ട് അവരുടേതായ ഡ്യൂട്ടികൾ ചെയ്തതാണ്. ഗൈഡിങ് എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് സ്മിത ടീച്ചർ ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ട്. ടീച്ചറിന്റെ പപ്പായ്ക്ക് മേലാത്ത അവസരത്തിലാണ് 10 ദിവസത്തെ തിരുവനന്തപുരത്ത് പോയി ട്രെയിനിങ് കൂടി. അതിനിടയ്ക്ക് ടീച്ചറിന്റെ പപ്പ മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അത്ര ബുദ്ധിമുട്ടോടുകൂടി ഈ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത് 40 മാർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് ടീച്ചറിന് സാധിച്ചു. സീമൻസ് സാർ ആ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആളാണ്. ഓരോ സാഹചര്യത്താൽ നമുക്ക് ട്രാൻസ്ഫറുകൾ അനിവാര്യമാണ്. അങ്ങനെ ടീച്ചർ തൽക്കാലമായിട്ട് ഈ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ്. ടീച്ചർ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടിൻസി ടീച്ചർ കൊച്ചിന്റെ ടീച്ചറിന്റെ മോള്, ഇതിന്റെ ഹസ്ബൻഡ് ഇവിടെയില്ല. അപ്പോൾ മോളെ കൊണ്ടുപോയി പഠിക്കുന്ന സ്ഥലത്തേക്ക് ആക്കണം. ടീച്ചറിന്റെ ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് പയ്യാവൂർ സ്കൂളിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ടീച്ചർ മാത്രം ഉള്ളതുകൊണ്ട് മോളെ കൊണ്ടാക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വന്നതാണ്, പറ്റുമെന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ടീച്ചർ ചെയ്ത എല്ലാ സേവനങ്ങളും ഓഫീസിലാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ ഓടി വരുമായിരുന്നു വെക്കേഷൻ സമയത്തെല്ലാം സഹായിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ടീച്ചറാണ്. ടീച്ചർ ചെയ്ത ഇവിടെ പറഞ്ഞതുപോലെ ആദ്യകാലം മുതൽ ഇവിടെ ഉള്ള ഒരു ടീച്ചറായിരുന്നു. ഇനിയും ടീച്ചറിനെ തിരിച്ചു വരാനായിട്ട് പറ്റും. താൽക്കാലികമായ ട്രാൻസ്ഫർ മാത്രമാണ്. അതുകൊണ്ട് ടീച്ചറിനും ടീച്ചറിന്റെ ഭാവത്തിൽ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നീട് ബോബി സാറിന്റെ കാര്യം ഞങ്ങൾ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ 2000 സാറിവിടെ ഉണ്ടായിരുന്നു. 2023 ജൂൺ മാസം ഞാനും സാറും ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. സാർ വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഫിസിക്സ് ലാബിന്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുക. ഞാൻ പറഞ്ഞു, സാർ ഇഷ്ടമുള്ള പോലെ എപ്പോഴും ചെയ്തു. സാർ അത് വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ലാബ് ക്രമീകരിച്ചു. ആ ലാബ് കയറി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയ സാറ് കഴിഞ്ഞ 2 വർഷങ്ങളിലും കൃത്യമായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ സ്കൂളിൽ ചെയ്തതാണ്. സ്കൂളിന്റെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം ഏൽപ്പിച്ചാലും അതെല്ലാം കൃത്യമാണ്. ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെയ്ത സാറാണ്. നിങ്ങൾക്ക് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിരുന്ന സാറ് ഈ 2 വർഷക്കാലം നേരത്തെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് സേവനം ചെയ്തിരുന്നു. ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട പേരൻസ്, കുട്ടികളും, ഞാൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇവർക്കാർക്ക് എന്നോട് ദേഷ്യപ്പെടണമെന്നില്ല, എനിക്കറിയാം. അപ്പൊ ഈ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് വന്ന പേരൻസ് ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നന്ദി ഔദ്യോഗികമായിട്ട് പറയുന്നുള്ളൂ എങ്കിലും 8 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ പേരെടുത്തെന്ന് പറയുകയാണ്: ആൽബിയ മരിയ ഷിബു, ബെല്ല എലിസബത്ത് ബിജു, സിയ സെറിയക്ക്, ജെറിറ്റ് ജോസഫ്, ലക്ഷ്മി ജയൻ, സ്നേഹ ജയരാജ്, ആൽഫിൻ എബി, ഏഞ്ചലീന സുധി. ഈ 8 പേര് നമ്മുടെ സ്കൂളിന് അഭിമാനമായ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇവരെയും ഇവരുടെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരുടെ പേരും നല്ലൊരു കൈ കൊടുക്കാം. അടുത്ത വർഷങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വേണം ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പൊ കസേരയുടെ എണ്ണം കൂടണം, നമ്മുടെ സ്റ്റേജിന്റെ എണ്ണം കൂട്ടണം. അപ്പൊ അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങൾ വേണം ഇങ്ങോട്ട് കടന്നു വന്നിരിക്കേണ്ടവർ എന്ന് എല്ലാവിധ വിജയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ പറയാം.
ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ബാക്കി ഓട്ടോടാക്സിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ചയോടുകൂടി ക്ലാസ്സിൽ അവസാനിക്കും. ഉച്ചവരെ ഇല്ല, ഒരു 11:30 ക്ലാസ്സിൽ അവസാനിക്കും. എല്ലാവർക്കും ലഡുവുണ്ട്, മധുര പലഹാരമൊക്കെ വിതരണം ചെയ്തിട്ടേ വിടുന്നുള്ളൂ. അപ്പോൾ C1 ക്ലാസ്സുകാർ ലഡു വേണ്ടല്ലേ, കുഴപ്പമില്ല. C1 ക്ലാസ്സുകാർ C2 ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. ജിനോസാറുണ്ട് ക്ലാസ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോകണം. C2 ക്ലാസ് അറിയാലോ, എവിടെയാണ് പറഞ്ഞ കാര്യമില്ലല്ലോ. സ്റ്റാഫ് റൂമിന്റെ അത്രയുള്ള C2 ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. A1 ക്ലാസ്സുകാർ താഴെയുള്ള ഓഫീസിന്റെ അടുത്തുള്ള A2 ക്ലാസ്സിലേക്ക് പോകണം. നിങ്ങൾക്ക് പ്രൊമോഷൻ തന്നിരിക്കുകയാണ്. B1 ക്ലാസ്സുകാർ B2ലേക്ക് പോവുക. പ്രശ്നത്ത് പറഞ്ഞതിനൊക്കെ പ്രൊമോഷൻ ഉണ്ടാവും. അതാണ് ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത കേട്ടോ. പ്രസ്തുതത്തേനെ വരുള്ളൂ നിങ്ങൾ ക്ലാസ് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതാത് ക്ലാസ് ടീച്ചർമാർ A2വിന്റെയും B2വിന്റെയും ക്ലാസ് ടീച്ചർമാരുണ്ട്, മദർ ടീച്ചറും കമ്പിളി ടീച്ചറുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നിങ്ങൾ അവരുടെ ക്ലാസ്സുകളിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് വേണ്ട ബാക്കി നിർദ്ദേശങ്ങളൊക്കെ തരുന്നതാണ്. അപ്പൊ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയാശംസകൾ, നല്ല ഒരു അധ്യയന വർഷം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. Principal, serving as the leader and visionary for students to give general instructions. ബഹുമാനായ PTA President for felicitation. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഇന്നിവിടെ ആശംസ അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ സ്കൂളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായി തീർന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ ആദ്യം തന്നെ നേരുന്നു. ജീവിതത്തിൽ ഇനിയും ഇതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും അതിനായി ഒരുക്കിയ അധ്യാപകർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ അവസാന വർഷ പഠനത്തിലേക്ക് കടന്നിരിക്കുകയാണ് +2 വിദ്യാർത്ഥികൾ. ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകൾക്കും കാരണമാകുന്ന ഈ അധ്യയന വർഷം പുതിയ അറിവുകൾ നേടാനും സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ജീവിതയാത്രയിലെ പുതിയൊരു കാൽവയ്പ്പാണ്. ഈ കാലഘട്ടം മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം നേടിയ ഈ കുട്ടികളോട് പോലെ നിങ്ങൾക്കും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന ബോബി സാറിനും സ്മിത ടീച്ചറിനും ജിൻസി ടീച്ചറിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നിങ്ങളുടെ സേവനം കൊണ്ട് ധാരാളം കുട്ടികൾക്ക് പഠനത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗ്യവിദാതാ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗാ തവ ശുഭ നാമേ ജാഗേ തവ ശുഭാശിഷ മാഗേ गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे ആ ഒരു മിനിറ്റ്.